കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. അതായത് പാക് അധീന കശ്മീരിൽ ഭീകരവാദികൾ ഡ്രോണുകളും മറ്റും അവരുടെ കയ്യിൽ ഉണ്ട്. അതിന് 100 കോടി രൂപയാണ് പാകിസ്ഥാൻ മുടക്കിയിരിക്കുന്നത്. ആ 100 കോടി രൂപയിൽ പാക് സൈനികർ ഇപ്പോൾ ഭീകരവാദികൾക്കായി 15 ക്യാമ്പുകൾ പുനർനിർമ്മിച്ച് കൊടുത്തിരിക്കുകയാണ്. അത് പാക് അധീന കശ്മീരിലാണ് പുനർനിർമ്മിച്ചിരിക്കുന്നത്. വനപ്രദേശത്തിനകത്താണ്. ചെറിയ ഭീകര ക്യാമ്പുകളാണ്. സ്ത്രീകളും കുട്ടികളും ഭീകര ക്യാമ്പിലുണ്ട്. ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും പൊട്ടി മരിക്കട്ടെ, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള സഹതാപ തരംഗമുണ്ടാക്കാൻ സാധിക്കും, ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ സാധിക്കും. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം CRPFനെ വലിയ രീതിയിൽ ഒരു ബിഗ് ബ്രദർ റോളിലേക്ക് ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടുവന്നു. പോരാത്തതിന് അതിനുശേഷം അവിടെ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ CRPFനെ സഹായിക്കാനായി അവിടെ 2 കോബ്ര യൂണിറ്റുകളെ ഇറക്കിയിട്ടുണ്ട്. പോരാത്തതിന് ജമ്മു പോലീസിനെയും ഇപ്പോൾ വനപ്രദേശങ്ങളിലടക്കം CRPFനെ സഹായിക്കാനായി വിന്യസിച്ചിട്ടുണ്ട്. കത്വയിൽ CRPFനെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. എക്കണോമിക് ടൈംസ് ആണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എക്കണോമിക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസ് തന്നെ ഇങ്ങനെയായിരുന്നു: മാസീവ് എയർ ആക്ടിവിറ്റി റിപ്പോർട്ടഡ് ഓവർ ശ്രീനഗർ ഫോർ ലാസ്റ്റ് 30 minutes കോസസ് കൺസേൺ എമംഗ് ലോക്കൽസ് എന്ന്. അതായത് 30 മിനിറ്റ് നേരം വായുവിൽ ഒരു വിമാനം പറന്നു നടന്നു. അത് ഏത് വിമാനമാണ് എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ആ വിമാനം ഒരു ഡ്രോണിൻ്റെ രൂപത്തിലുള്ള വിമാനമായിരുന്നോ അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനമായിരുന്നോ, പക്ഷേ ഒരു വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന ശബ്ദത്തോടു കൂടിയാണ് ആ വിമാനം പറന്നു നടന്നത്. ഇന്ത്യയുടെ വിമാനമാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും ഈ വാർത്ത ഇപ്പോൾ എക്കണോമിക് ടൈംസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സകല ആൾക്കാരും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഈ വാർത്തയിൽ പറയുന്നത് മാസീവ് എയർ ആക്ടിവിറ്റി റിപ്പോർട്ടഡ് ഓവർ ശ്രീനഗർ കശ്മീരിൽ ലാസ്റ്റ് 30 minutes, അതായത് കഴിഞ്ഞ ദിവസം 30 മിനിറ്റ് നേരം ഈ ഒരു വിമാനം വായുവിൽ പറന്നിരുന്നു. റെസിഡൻറ്റ് റിപ്പോർട്ട് കണ്ടിന്യൂസ് ഏരിയൽ മൂവ്മെൻറ്റ്, അതായത് അവിടെയുള്ള ആൾക്കാർ ഭയന്നുപോയി, ശ്രീനഗറിലെ ആൾക്കാർ ഭയന്നുപോയി. എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ആക്രമണമാണോ അവിടെ? അതായത് ലോക്കൽസിന് നേരെ ഒരു ആക്രമണം വീണ്ടും പാകിസ്ഥാൻ അഴിച്ചുവിടുകയാണോ? എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല. അവിടെയുള്ള ആൾക്കാർ ഭയന്നു പോയിരുന്നു. എന്തായാലും ഒരു അൺയൂഷ്വൽ മിലിറ്ററി എയർ പ്രസൻസ് തന്നെയാണ് അവിടെ ഉണ്ടായതെന്ന് പിന്നീട് സോഴ്സസ് കൺഫേം ചെയ്യുകയുണ്ടായി. അതായത് ഇത് സാധാരണ വിമാനമല്ല, ഇതൊരു യുദ്ധവിമാനമോ ഡ്രോണോ ആകാനുള്ള സാധ്യതയാണ്. ഒരു മിലിറ്ററി എയർ പ്രസൻസ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് ഒരു സൈനികമായിട്ടുള്ള ഡ്രോണോ ഒരു വിമാനമോ ആകാനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്താണെന്ന് ഇപ്പോഴും കൺഫേം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സർക്കാർ, അതായത് നമ്മുടെ രാജ്യത്തെ സർക്കാർ വളരെയധികം ജാഗരൂകരാകേണ്ടതാണ്. സർക്കാർ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ തന്നെ വിമാനമാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പാകിസ്ഥാനിൽ നിന്നൊരു വിമാനമോ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നൊരു വിമാനമോ ശ്രീനഗറിനകത്ത് കയറി ഇങ്ങനൊരു അഭ്യാസം കാണിക്കാനുള്ള ധൈര്യം അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ, അതായത് സിന്ധൂർ 2.0 ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാനുള്ള സാഹചര്യങ്ങളും വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അതും പോരാഞ്ഞിട്ട് പാകിസ്ഥാന് അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് ഒരു വിമാനം പോലും തൊടുത്തുവിടാനുള്ള കഴിവില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അവരുടെ എയർബേസുകളെല്ലാം ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു, അതായത് ഇന്ത്യ തകർത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു അൺയൂഷ്വൽ ആക്ടിവിറ്റി കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.